ഹാപ്പി ചിങ്ങോന്ന് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എവരിഡേ വൈബ്സ് വിത്ത് മീ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞാലും അത് നേരെ പൊട്ടംകളി പോലെ കാണുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ വോയിസിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. ഈ പൂവിൻ്റെ പേരെന്ന് വെച്ചാൽ ദത്തൂര എന്നാണ്. ദത്തൂര ഇവിടെ വന്നിട്ട് അസാമിൽ വന്നിട്ട് ഭഗവാൻ മഹാദേവന് ഭയങ്കര പ്രിയപ്പെട്ട പൂവാണ്. അതങ്ങനെയാണ്. ഞാനിത് ഇങ്ങനെ കിളി പോയി അണ്ടി കളഞ്ഞ എണ്ണാനെ പോലെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് ചിങ്ങം ഒന്നായിട്ട് കറണ്ടും ഇല്ല. ഒന്ന് നോക്കിയപ്പം വെള്ളവും ഇല്ല. ഉള്ള വെള്ളത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇഡ്ഡലിക്കും കോരി വെച്ചു, കഞ്ഞിക്കും വെച്ചു, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അല്ലാതെ കറണ്ടില്ലാത്തതുകൊണ്ട് വെള്ളമില്ലാത്തതുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. ഞാൻ ഉള്ള വെള്ളത്തിന് ചൂടുവെള്ളം ചൂടാക്കി വെച്ചിരുന്ന വെള്ളവും ഒക്കെ എടുത്ത് വെച്ചാണ് ഇന്ന് എല്ലാം ചെയ്തത്. ഇന്നലെ വാങ്ങിച്ച താമരപ്പൂ ഉണ്ടല്ലോ, അയാൾ നമ്മളെ പറ്റിച്ചതായിരുന്നു. 2 എണ്ണം വാങ്ങിച്ചതായിരുന്നു. ഞാൻ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ച 2 താമരപ്പൂവായിരുന്നു. 2 ഞാൻ ഇന്നലെ വന്നത് ഉടനെ തന്നെ വെള്ളത്തിൽ കൊണ്ടിട്ട് വെച്ചതായിരുന്നു. അത് വിരിഞ്ഞില്ല. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. വിരിഞ്ഞില്ലെങ്കിൽ നമുക്കതിനെ വിരിയിക്കണം. അതിൻ്റെ പരാക്രമത്തിലാണ് ഞാനിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ എങ്ങനെയെങ്കിലും വിരിയിച്ചെടുക്കണം. വിരിഞ്ഞ് വന്നപ്പോൾ മുഖത്ത് ബൾബ് കത്തിയതുപോലെ നീങ്ങുന്നത് വേറൊന്നും കൊണ്ടല്ല, നല്ല ആഗ്രഹിച്ച് വാങ്ങിച്ചതായിരുന്നു. വിരിയാതെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇതാ വിരിഞ്ഞ് കണ്ടപ്പോൾ ഒരു സന്തോഷം. വിരിച്ചല്ലോ എന്നൊരു സന്തോഷം. അതാണ് ഇനി നമുക്കിത് വെച്ചുകൊണ്ടിരുന്നാൽ നടക്കില്ല. നമുക്ക് ഉച്ചയ്ക്ക് സദ്യ എടുക്കണം. പപ്പടം കാച്ചുന്നു, ഒരു സൈഡിൽ സാമ്പാർ, ഒരു സൈഡിൽ സാമ്പാർ. ഇനി ഞാൻ കാണിക്കുന്ന മുളക് വന്നിട്ട് ഞാനിവിടെ വന്നതിന് ശേഷം വാങ്ങിച്ച് ഉപ്പിൽ മോരൊക്കെ വീഴ്ത്തി റെഡിയാക്കി എടുത്ത് ഉണക്കിയെടുത്ത മുളകാണ് കേട്ടോ. ഏകദേശം 1 മാസമായതേ ഉള്ളൂ. പക്ഷേ അത് നന്നായിട്ട് വന്നു കേട്ടോ. കാരണം ഈ അസമിലെ ചൂടിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ എന്ത് വെച്ചാലും നല്ല ഡീപ്പായിട്ടോ ഡ്രൈ ആയി കിട്ടും. അങ്ങനെ നമ്മുടെ സദ്യയുടെ പരിപാടികൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. മോളതിൻ്റെ ഇടയിൽ കൂടെ പായസം കുടിച്ചിട്ട് സൂപ്പർ എന്ന് പറയും. പിന്നെ ഉച്ചയായി സദ്യ കഴിച്ചു. നമ്മുടെ ചെറിയ ചിങ്ങം ഒന്ന് അങ്ങനെ അയച്ചു. ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡിൽ നിന്ന് എമർജൻസി ആയിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ട് പോയി. മോൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മോൻ സൂപ്പർ എന്ന് പറയാം.